കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം. കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം. എന്നാത്മാവോ വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. എന്നാത്മാവോ വാഞ്ചിക്കുന്നേ ഞാൻ ഇന്നു ചേരുമോ. എന്നാത്മാവാസമോ മൽപിതൃഗൃഹത്തിൽ. എന്നാത്മാവാസമോ മൽപിതൃഗൃഹത്തിൽ. പൊൻവാതിൽകൾ വിശ്വാസ കൺകൾക്കെത്ര ശോഭിതം. പൊൻവാതിൽകൾ വിശ്വാസ കൺകൾക്കെത്ര ശോഭിതം. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെ നിത്യവാസമാമേൻ. കർത്താവിനോടു കൂടെ നിത്യവാസമാമേൻ. കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം. കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം. എന്നാത്മാവോ വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. എന്നാത്മാവോ വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. എൻ പ്രിയൻ പാർപ്പിടാം മനോഹരഹർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടാം മനോഹരഹർമ്മ്യം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെ നിത്യവാസമാമേൻ. കർത്താവിനോടു കൂടെ നിത്യവാസമാമേൻ. കർത്താവിനോടു കൂടെ നിത്യവാസമാമേൻ. കബാരജാരദേരബാരശൈബരാലജ ബലശനാദരോ ബല ഭരേ ബലജര ബലസരാദര ബഹേ ബലജര ബലേ ബലജന ബലേ ശമാദര ബലേ ബലശുര ബലജ ബേ ബലജന ബലേ ബലശര ബല ശബരബാസന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. രാജാതിരാജാവ് ഹല്ലേലൂയ. കർത്താവതി കർത്താവായവൻ്റെ സന്ധിയിൽ ഇന്ന് സന്ധ്യാസമയം നമുക്ക് വീണ്ടും കൂടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കഴിഞ്ഞ അതേ ഒരു മാസം 2 ദിവസം അത്ഭുതമായി നമ്മൾ നടത്തിയത്, നമ്മളെ അനുഗ്രഹിച്ചത്, സഹായിച്ചത്, അനുഗ്രഹത്തിന് അധിപതിയായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ കൂടുവാൻ കർത്താവ് നമ്മുടെ കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പകലിലെ സഭായോഗത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ചെറിയ കൂട്ടായ്മയായി സന്ധ്യാസമയം കൂടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്ന് സന്ധ്യാസമയത്ത് എല്ലാ ആത്മീയ കൂട്ടങ്ങളും ലോകമെമ്പാടുള്ള എല്ലാ ആലയങ്ങളും വെച്ച് നടത്തപ്പെടുന്നതും ഭവനങ്ങൾ വെച്ച് നടത്തപ്പെടുന്നതും ഓൺലൈനിൽ നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയും കർത്താവ് ഇന്ന് സന്ധ്യാസമയം അനുഗ്രഹിക്കുവാനും കർത്താവ് നമ്മളെ ബലപ്പെടുത്തുവാൻ, വചന ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കുവാൻ, കർത്താദാസൻ ജിനീഷ് പാസ്റ്ററും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ, സഭയെ അനുഗ്രഹിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായി നമ്മുടെ ദേശത്തെ, നമ്മുടെ ജില്ലകളെ വഹിച്ച്, നമ്മുടെ കേരളത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം, ഇന്ത്യയെ വഹിച്ച് പ്രാർത്ഥിക്കാം, ലോകമെമ്പാടുള്ള വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കാം. അത് കാലാവസ്ഥകളിലെ മാറ്റങ്ങൾ, അത് പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗാണുക്കൾ, പുതിയ പുതിയ രോഗാണുക്കൾ, രോഗാവസ്ഥകൾ വർദ്ധിച്ചു വരുന്നല്ലോ. അത് യുദ്ധങ്ങളും ക്ഷാമങ്ങളും എല്ലാം വചനത്തിൻ്റെ എല്ലാ നിവൃത്തിയും അതേ ശക്തിയോടെ അത് നിവൃത്തിയായി വരുന്നത് കണ്ട്, അതുകൊണ്ട് ദൈവസഭകൾ ഈ നാളുകൾ ഉണരുവാൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുവാൻ, ക്ഷീണിച്ചു പോകാൻ വേണ്ടിയല്ല, മടുത്തു പോകാതെ ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ആത്മാവിൽ ബലമേറ്റെടുപ്പാൻ, കർത്താവിന് വേണ്ടി യോദ്ധാക്കളായി നിൽപ്പാൻ, നമ്മുടെ ദേശത്ത് അതേ സ്തോത്രം നേടിയെടുപ്പാൻ കർത്താവ് നമ്മളെ കൂടുതലായി നാളുകൾ ഉപയോഗിക്കുവാൻ, ഏത് രീതിയിലും അതേ കർത്താവിന് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുമല്ലോ ആ ദൈവപ്രവൃത്തി ഈ 2-ാം മാസം ഫെബ്രുവരി മാസം ശക്തിയോടെ നമ്മുടെ കുടുംബങ്ങളിൽ, സഭകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, യൗവനക്കാരിൽ, സഹോദരി സഹോദരന്മാരിൽ, ഭാരതീയ പിതാക്കളിൽ എല്ലാം അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിപ്പാൻ ദൈവസ്ഥലിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ വലിയ അനുഗ്രഹം വിടലായി തീരുവാൻ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെയും
മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെല്ലാം കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. നെറ്റിൻ്റെ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നടത്തപ്പെടുവാൻ നമ്മുടെ കൂട്ടായ്മ നമുക്ക് മാത്രമല്ല, ജോയിൻ ചെയ്യാത്ത നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും ദൂരസ്ഥരായിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുപോലെ അത് അനുഗ്രഹവും വിടലും സൗഖ്യമായി തീരുവാൻ, അത് പ്രത്യാശകാരമായി തീരുവാൻ നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഗ്രേസി ആൻറ്റി പ്രാരംഭത്തിൽ ഗ്രേസി ആൻറ്റിയും അതുപോലെ കർത്താൻദാസിയും ആൻസിയും നമ്മുടെ പ്രാർത്ഥനയിൽ രണ്ടുപേരും നമ്മളെ സഹായിക്കും. സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ സമയം കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവ് ഒരുമിച്ച് ദിവസം കൂടി വന്ന കർത്താവിനെ പാട്ടുപാടി ആരാധിപ്പാൻ എല്ലാം കർത്താവ് സഹായിച്ച് ഓർത്തന്നോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇതുപോലെ കാലം കർത്താവെ വിധാദേശത്തിന്റെ വിവിധ ഭാഗങ്ങളായി ഞങ്ങൾക്ക് വിശുദ്ധ ആരാധനയായി കൂടി വരുവാനും കർത്താവിനെ ആരാധിപ്പാനുമായി കർത്താവ് സഹായിച്ചല്ലോ. നിശേഷമായി പിന്നെയും ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന അടിയങ്ങളെ കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം അവിടെ സഹായിക്കുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഈ ബ്ലസ് മീഡിയ ഗ്രൂപ്പിൽ കൂടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായും ഭൗതികമായുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അത് അനേക ദേവദാസന്മാർക്ക് ദൈവമക്കൾക്കെല്ലാം ഒരു ആശ്വാസമായി വിടുതലായി തീരുവാൻ സ്വർഗ്ഗം അവിടെ സഹായിക്കുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. സന്ധ്യാസമയം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, എല്ലാവരെയും കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കുടുംബങ്ങളായി വ്യക്തിപരമായ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കവരെ. ഓരോ ദിവസന്മാരും നടത്തുന്നവരുടെ കൂട്ടായ്മകൾ സഭകളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ദൈവമക്കളെല്ലാം കർത്താവ് അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാകണം ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഏറി വരുന്നല്ലോ അപ്പാ. അതിന്റെയൊക്കെ മധ്യത്തിൽ നിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ മക്കളുടെ മേലെല്ലാം പകർന്ന് ഏറെ ധൈര്യവും ബലവും പ്രത്യാശയും വർദ്ധിപ്പിച്ച് കർത്താവ് ഓരോരുത്തരെയും ഇവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു വലിയ ദൈവ പ്രവൃത്തി അയക്കുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഈ ദൈവ സന്തോഷം അനുഭവിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള എത്രയോ പ്രിയപ്പെട്ട ഒരു കർത്താവേ അവസ്ഥയിൽ കടന്നു വരും കഴിവില്ലാതെ ജയിലറകളിലും മറ്റുമായിട്ട് കർത്താവേ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ട ദൈവദാസന്മാരുണ്ടല്ലോ കർത്താവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ. ഇത്രയും വേഗം അവർക്കെല്ലാം വലിയ വിടുതൽ ഉദ്ധാരണം കർത്താവ് കൽപ്പിക്കുമാറാകണം. ദൈവനാമത്തിന് വേണ്ടി വിശ്വസത്തോടെ നിൽപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും ചെയ്യുമാറാകണം. അവിടുത്തെ വരുവരെയും വിശ്വസ്തരായി നിൽപ്പാൻ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് അവിടെ നെടിയാക്കൊള്ളുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം നടക്കുന്ന മീറ്റിംഗ് വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ ഇന്ന് ആദിവാസിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും സഹായിക്കും ബലപ്പെടുത്തുകയും ചെയ്യണമേ. അതുപോലെ കാലം ദൈവത്തിന്റെ വചനത്തെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ വിലയേറിയ ദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണം. ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ദൈവിക ആലോചനകളെ കർത്താവ് നൽകി തരുവാൻ നിങ്ങളുടെ ദാസിനെ അവിടുന്ന് ബലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യണമേ. ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് മാനിച്ചുകൊള്ളുമാറാകണം. പിന്നെയും കർത്താവിന്റെ വേദ്യമായി പ്രയോജനപ്പെടുവാൻ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ നന്മകളും കർത്താവ് നൽകൊടുക്കണമേ. ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം വിടുവിച്ച് കർത്താവെ ആയിരിക്കുന്ന ദേശത്ത് കർത്താവെ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ കൊണം ആ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. എന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെല്ലാം കർത്താവ് സഹായിക്കും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഏറെ ദൈവകൃപയാലും ഞാൻ ആത്മാവിനാലും നിറച്ച് കർത്താവ് ഓരോരുത്തരെയും സഹായിക്കും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അല്പസമയങ്ങൾ അടികൾ ദൈവത്തിലായിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. എന്നങ്ങോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല ആലോചനയ്ക്കായി പിന്നെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകലതും നിറയ്ക്കണമേ. മാനവും മൗത്ത് അവിടുന്ന് എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് ആ ജീവന്റെ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമായ കർത്താവേ, ഈ സന്ധ്യകൾ നാദാശ സഭായോഗമായ ഞങ്ങളുടെ പാതപടത്തിലേക്ക് കൂടി വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നതായ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ചന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ആമേൻ കർത്താവെ, പകൽ കണ്ടവർ എത്രയോ പേർ ദൈവമേ മരണം വഴി ആലോചന മാറ്റപ്പെട്ടു പോയപ്പോൾ ആ
ആമേൻ കർത്താവ് അനേക ഭവനങ്ങൾ ദുഃഖത്തിലും നെടുവീർപ്പിലൊക്കെ ആയപ്പോഴും അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങളെ അവിടങ്ങളായി ദൈവം സൂക്ഷിച്ച കരുതിയ പരിപാലിച്ച അങ്ങയുടെ ദയക്കായി വിശ്വസതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ പിന്നെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഈ വിശ്വസഭായോഗത്തെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കുമാറാകണം. ഇന്നത്തെ മീറ്റിംഗ് കർത്താവ് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ദേവദാസനയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഭയായി കുടുംബമായി ദൈവം മാനിക്കണം. ആക്കിയിരിക്കുന്ന ദേശത്തെ കർത്താവിന്റെ വേല വിശ്വസതയോടെ ചെയ്യുവാൻ അനേകരെ കർത്താവിനോട് നേടുവാനൊക്കെ ദൈവം സഹായിക്കണം. ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം കർത്താവിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ. എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദേവദാസന്മാരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ആമേൻ കർത്താവേ സ്തോത്രം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. കർത്താവ് ആക്കിയിരിക്കുന്ന ദേശങ്ങളിൽ വിശ്വസതയോടെ അപ്പന്റെ വേല ചെയ്യുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം. അധികമായി കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേൽ പകരുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകല് ഇന്ന് രാത്രിയില് വചനം പ്രസംഗിക്കുന്ന ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ തന്റെ വായുടെ നാവോട് കൂടെ ഇരിക്കുമാറാകണം. കേൾക്കപ്പെടുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് ആശ്വാസമായി വിടുതലായി ചേരുവാൻ ദൈവം സഹായിക്കണം. വചനം ക്രിയ ചെയ്യുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ അനേകർ കർത്താവേ ഹല്ലേലൂയ ആസ്വദ വരുന്ന ആളുകളിൽ ഇതിന് കൂട്ടവകാശികളായി ചേരുവാൻ ദൈവം സഹായിക്കുമാറാകണം. ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അപ്പൊ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെ വിശാലതയിലേക്ക് ദൈവം നയിക്കുമാറാകണമേ. കർത്താവിന് നേതൃത്വം നൽകുന്ന എല്ലാ ദേവദാസന്മാരെയും കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ വരുന്ന ആളുകൾ കർത്താവ് അധികമായി കർത്താവെ ദൈവികതയിൽ വ്യാപൃതരാകുവാൻ അനേകമായ പ്രവർത്തനങ്ങൾ നടക്കുവാൻ ബ്ലസ് മീഡിയയുടെ കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളും ധാരാളമായി വിശാലതയിലേക്ക് നയിക്കുമാറാകണം. അധികമായ ദൈവിക കൃപ പ്രതിദാസന്മാരുടെ ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം കർത്താവിന്റെ കരം കൂടെ ഇരിക്കണം. സാമ്പത്തികമാകുന്ന ആവശ്യങ്ങളുടെ മേല് കർത്താവിന്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവ് ബ്ലസ് മീഡിയ മുഖാന്തരം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ചാറ്റുകളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അനേകർക്ക് ആശ്വാസമായി ചേരുവാൻ അനേകർക്ക് വിടുതലായി ചേരുവാൻ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങൾ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരിക്കൽ കൂടി ഇതിനംഗങ്ങളായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് മീറ്റിംഗ് ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുന്ന കർത്താവയോടായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയിൽ മറയ്ക്കുമാറാകണം. ഭക്ഷണവും കർത്താവെ ഹലെ പ്രതികൂലങ്ങളും അപാസ്തോത്രം നിറഞ്ഞ ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ ദൈവദാസന്മാർ കർത്താവ് വിശ്വസതയോടെ ആമേൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കാൻ ദൈവം സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ തലമുറകളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ ആമേൻ സഹോദര ചുറ്റുപാട് നോക്കുമ്പോ വളരെ കർത്താവെ ഭീതിതരമാകുന്ന അവസ്ഥയിൽ കൂടിയാണ് കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങളെയും കർത്താവ് കുഞ്ഞുങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കുമാറാകണം. വർഷത്തിൽ നിന്നും കർത്താവെ കുഞ്ഞുങ്ങളെ അകപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കരുതേ എന്നോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരവലയത്തിനുള്ളിൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന അവകാശമാണ്, ഞങ്ങൾക്ക് തന്ന പ്രതിഫലമാണ്. കർത്താവ് ദുഷ്ടനായ കുഞ്ഞുങ്ങളെ ദൃഷ്ടിവയ്പ ദൈവം അനുവദിക്കരുതേ എന്നോട് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് യുവതലമുറകളെ ദൈവം സൂക്ഷിക്കുമാറാകണം. ഇന്നത്തെ മീറ്റിങ്ങിനെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണേ. പറയപ്പെട്ട സകല വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ കരം വെളിപ്പെടുമാറാകണം. അവൻ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ പിതാവേ ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് രണ്ട് ദാസിമാരെയും കുടുംബങ്ങളായി അവർ അനുഗ്രഹിക്കട്ടെ. അവരെ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എന്ന ഈ സന്ധ്യാസമയം നമ്മുടെ ബ്ലസ് മീഡിയയുടെ ഈ ഞായറാഴ്ചത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും കുടുംബങ്ങൾക്കും ദൈവമക്കളും കുടുംബങ്ങൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വീണ്ടും കർത്താവ് നമ്മൾ അത്ഭുതമായി നടത്തി. കഴിഞ്ഞ ഒരു മാസം കർത്താവ് നമ്മൾ നടത്തി. പ്രത്യേകമായി 2-ാം മാസത്തിന് 2 ദിവസം അത്ഭുതമായ കർത്താവ് ഉള്ളങ്കയിൽ വഹിച്ച് യഹോവ ഈര, യഹോവ ശാലുമായി, യഹോവ നിസ്സയായി ഒക്കെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വീണ്ടും കർത്താവിൻ്റെ ആത്മാവ് ഈ മാസം മുഴുവനും കർത്താവിന് വരെ താമസിച്ചാൽ നമുക്ക് ആയുസ് മാർഗം നൽകിയാൽ അത് ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവിന് ആത്മാവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ബൈബിൾ ക്ലാസ്സുകൾ മുഖാന്തരവും അതുവഴി ഞായറാഴ്ചത്തെ കർത്തരാസമായ പ്രബോധ നിമിത്തമൊക്കെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ ഹല്ലേലൂയ സ്വന്തം ചെറുതാണെങ്കിലും ദൈവസന്നിധി നമ്മൾ ദൈവത്തിന് മക്കളാകുന്നു, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകുന്നു എന്നാണ് ദൈവത്തിന് പറയാനുള്ളത്. നമ്മൾ ചെറിയവരല്ല. മനുഷ്യമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കൊച്ചു സഭയാണ്, നമ്മൾ കൊച്ചു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവർ, ചെറിയ വിദ്യാഭ്യാസം നമുക്ക് ഉള്ളൂ. എങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ സ്വന്തം ദൈവത്തിന് കൂട്ടുവേലക്കാരാകുന്നു. ദൈവത്തിൻ്റെ സ്വന്തം, അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ കർത്താവ് നമ്മൾ നിറച്ചിരിക്കുക സ്തുതിക്കുന്നു. ദൈവിക ആലോചന പ്രകാരം കർത്താവ് നമ്മൾ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനാൽ തുടർന്ന് ദൈവിക വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി സ്തോത്രം. ഇന്നത്തെ നിയോഗത്തിൽ ദൈവാത്മാ നിയോഗത്താൽ
ആക്കപ്പെട്ടിരിക്കുന്ന കർത്താദാസൻ ജിനീഷ് പാസ്നായ സ്തോത്രം ചെയ്യുന്ന കുടുംബമായ കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. അട്ടപ്പാടി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് സെൻറ്ററിൻ്റെ കാര്യങ്ങളും അതുപോലെ ദൈവസഭയുടെ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒരു വാക്ക് എന്നെക്കുറിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്, ഓർപ്പിക്കട്ടെ. സ്തോത്രം, ഞങ്ങൾക്ക് മക്കളില്ല, അതുപോലെ സഭയുടെ ചാർജുമില്ല. സ്തോത്രം, അതുകൊണ്ട് പ്രാർത്ഥിച്ചാലും അങ്ങനെ കുഴപ്പമില്ല. എങ്കിലും സ്തോത്രം, അത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അതിന് വേണ്ടിയായിട്ട് പ്രാർത്ഥിക്കും, വേണ്ട പ്രാർത്ഥന വിഷയമല്ല. പക്ഷേ നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. സ്തോത്രം, കർത്താവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്തദാസനെ അത് ദൈവത്തിന് ആത്മാവെന്ന ശക്തിയോടെ നമ്മുടെ നടുവിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. ദൈവദാസനെ ആദരവോടെ വചനം സൃഷ്ടിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഞായറാഴ്ചയുടെ സന്ധിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. വിശേഷം ഒരിക്കൽ കൂടെ ബ്ലസ് മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് സന്ധ്യ ആരാധനയായി കൂട്ടായ്മയായി ദിവസങ്ങളിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം കൃപയും നൽകി തന്നതോർന്ന് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വിശേഷാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദേവദാസൻ പ്രിയ രാകേഷ് മാസ്റ്റർ, അപ്പോൾ തന്നെ മറ്റ് ദൈവദാസന്മാര് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എല്ലാവർക്കും യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നിങ്ങളുമായി വചനം പങ്കിടാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിൽ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. പകലിലൊക്കെ നമുക്ക് നമ്മുടേതായ മാതൃസഭകൾ അല്ലെങ്കിൽ നമ്മളെ ശുശ്രൂഷിക്കുന്ന സഭകളിലൊക്കെയും ആരാധനയെ സംബന്ധിക്കാനും അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കുന്നവർ നിങ്ങളുടേതായ മാതൃസഭകളിൽ ദൈവത്തെ ആരാധിപ്പാനൊക്കെ ദൈവം ഇന്ന് പകലിൽ സാവകാശം ഒരുക്കി. വീണ്ടും ഈ സന്ധ്യയിൽ നമ്മുടെ തിരക്കുകളിലൊക്കെ നടുവില് ഒരു മണിക്കൂർ ദൈവശത്തെ നമുക്ക് ഒരുമിച്ച് കൂടാൻ, നമ്മളെ ശരീരം കൊണ്ട് ദൂരസ്ഥരാണെങ്കിലും ആത്മാവിൽ ഒന്നിച്ചിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എല്ലാ ആഴ്ചകളിലും നമുക്ക് ഇങ്ങനെ സാവകാശങ്ങളുണ്ടല്ലോ. വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ്, ഞായറാഴ്ച ഇങ്ങനെയുള്ള കൂട്ടായ്മ, ഇതൊക്കെയും നിർത്തിക്കളയാതെ അല്ലെങ്കിൽ നിന്നു പോകാതെ കോവിഡിന്റെ സമയത്ത് ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. എന്നാൽ ഈ മീഡിയ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിൽ നീ സന്തോഷിക്കുന്നു. നമുക്കൊക്കെ അതിന് ഭാഗമാകാൻ കഴിയുന്നല്ലോ. അതോർത്ത് ദൈവത്തിന് തുടരുകയാണ്. ഇടയ്ക്ക് ഈ മീഡിയയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം ഇടക്കാലങ്ങളിൽ ഞങ്ങള് ജോയിൻ ചെയ്യാത്ത സാഹചര്യത്തിലായിരുന്നു. വീണ്ടും ഒരുമിച്ച് മീഡിയ തന്നെ ഒരുമിച്ച് ആയിരിക്കാൻ, കൂട്ടായ്മയിലായിരിക്കാൻ ദൈവ സാവകാശം നൽകുന്നല്ലോ. അതിന് ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. സമയം ഒട്ടും കളയാതെ വേഗത്തിൽ നിശ്ചിതമായ സമയത്തിനുള്ളിൽ ദൈവം എനിക്ക് നൽകി ചെറിയൊരു ആലോചന നൽകി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ പ്രകാരം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ഹോമയാഗം കഴിക്കുക എന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ ഇന്ന് രാത്രിയിൽ വചനധ്യാനത്തിനെ നമ്മൾ വായിച്ച് കേൾക്കപ്പെട്ടത്. അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവിടെ നമ്മൾ വായിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അബ്രഹാമിന്റെ ജീവിതത്തോടനുബന്ധിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ദൈവത്തിന്റെ പരീക്ഷിച്ച് തന്നെയാണ്. പരീക്ഷ മനുഷ്യ നിലയിൽ നമ്മൾ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അബ്രഹാം അത് തന്റെ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആത്മീയമാകുന്ന രീതിയിൽ വീക്ഷണത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് ചിന്തിച്ച് അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവത്തോട് നമുക്ക് വേദഭാഗം വീക്ഷിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത്, മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ എന്റെ മകനെ ഹോമയാഗം അർപ്പിക്കുക. അപ്പൊ മോറിയ ദേശത്തുള്ള ഒരു മലയിൽ, ദൈവം കൽപ്പിക്കുന്ന ഒരു മലയിൽ യാഗം അർപ്പിക്കാനാണ് ദൈവം കൽപ്പിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. തിരുവചനത്തിലെല്ലാം നമ്മൾ ഒത്തിരി പർവ്വതങ്ങളും മലകളൊക്കെ കാണാൻ കഴിയുന്നു. അതിലൊരു സവിശേഷതയുള്ളൊരു മലയാണ് മോറിയ മല. പെട്ടെന്ന് മോറിയ മല എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യം, അതുപോലെ
മനസ്സിലേക്ക് അവിടെ നടന്ന ചില സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഓടി വരുമ്പോൾ ഈ പർവ്വതങ്ങളിലൊക്കെ ഓരോ അർത്ഥങ്ങൾ അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ആത്മീയ അർത്ഥങ്ങളാണ്. ഇങ്ങനെ ഈ മോറിയാമല നമ്മളെ പഠിപ്പിക്കുന്ന തിരുവചനത്തിൽ കൂടെ നമുക്ക് തരുന്ന ഒരു ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് അനുസരണത്തിന്റെ മലയാണ്. അനുസരണത്തിന്റെ മലയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ആ വേദഭാഗം പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. അതിന് മുമ്പ് നോഹയുടെ കാലഘട്ടം നമ്മളൊരു പർവ്വതം കണ്ടെന്ന്, അരാരത്ത് പർവ്വതം. അരാരത്ത് പർവ്വതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന രക്ഷയുടെ പർവ്വതം. പഴയ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പുതിയ നിയമത്തിലെ രക്ഷിക്കപ്പെടുന്ന കർത്താവിൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയാണ് ഇവിടെ കാണുന്നത്. പെട്ടകത്തെ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വ്യക്തി ദൈവിക അനുസരണത്തിൽ കൂടെ പോകാം അല്ലെ. അരാരത്ത് പർവ്വതത്തിന്റെ അനുഭവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ അരാരത്ത് പർവ്വതത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അനുഭവം. ഈ രക്ഷയുടെ അനുഭവത്തിൽ കൂടി ഒരു മനുഷ്യൻ പോയ വിശ്വാസി വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. അനുസരിക്കാതെ ഒരിക്കലും ദൈവത്തിൽ നമുക്ക് എതിർക്കാം. ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവികമാകുന്ന ആലോചനയ്ക്ക് വിധേയപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ദൈവവേദന മാത്രമേ ദൈവസംഘത്തിൽ വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തിരുവചനം നമ്മൾ പഠിക്കും. ഇങ്ങനെയെങ്കിൽ നമ്മള് ഈ മോറിയാമലയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെയും തന്റെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോ നമ്മൾ തിരുവചനമൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി ഇപ്പൊ ഒരു പർവ്വതം ഉണ്ടെങ്കിൽ പർവ്വതയ്ക്ക് താഴെ ഒരു താഴ്വര ഉണ്ടാവും. പർവ്വതം താഴ്വരെല്ലാം തിരുവചനത്തിൽ ഒത്തിരി ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് കാണും. നമുക്കറിയാം കണ്ടന്തി താഴ്വരയുണ്ട്. നമ്മള് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ കണ്ടന്തി താഴ്വരയിൽ കൂടി നിങ്ങൾ കടക്കുമ്പോൾ അതിനെ ജലാശയമാക്കി തീർക്കുന്ന ഒരു ദൈവം എന്നൊക്കെ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ മരണ നിഴലിൽ താഴ്വരയാണ് എന്ന് പറഞ്ഞാൽ കൂരിന്റെ താഴ്വരയിൽ കൂടെ നടന്നാൽ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. അപ്പൊ ഈ താഴ്വരെല്ലാം ഇങ്ങനെയുള്ള താഴ്വരയുടെ സമമായ അനുഭവത്തിൽ കൂടെ ഒരു ദൈവവത്വം കടന്നു പോകേണ്ടതാണ് എന്ന് തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ നടുവില് നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവമാണ്. അതായത് അപറ്റരായ ജനങ്ങൾ അല്ലെങ്കിൽ അവിശ്വാസികളായ ജനങ്ങളൊക്കെ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പതറിപ്പോകും. ഒരു താഴ്വരയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണിന്റെ താഴ്വരയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ അവർക്കൊന്നും അതിനെ ജലാശയമാക്കി തീർക്കാൻ അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റാനൊന്നും കഴിയത്തില്ല. കാരണം എന്താ, അവര് പ്രതീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഗുരുജാണ് കയറിമേലോ അല്ലെങ്കിൽ ദൈവം ഇല്ലെന്നുള്ള ഒരു അർത്ഥത്തിലൊക്കെ ജീവിതം എന്ത് ചെയ്യും? ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ പറയുവാൻ കഴിയും, ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഈ താഴ്വരയുടെ നടുവിൽ ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം, ഈ കണ്ണുനീരിൽ താഴ്വരയുടെ നടുവിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഈ കൂരിൽ താഴ്വരയിൽ ഞങ്ങളെ കൈവിടാത്ത ദൈവം ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെയാണ് പർവ്വതങ്ങളെ കുറിച്ചും പഠിക്കുന്നത്. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. ഈ അനുഭവത്തിൽ കൂടെ ഒക്കെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ കൂടെ സഞ്ചരിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവികമാകുന്ന അനുഭവങ്ങളിൽ കൂടെ ശുശ്രൂഷയുടെ പാതാവിൽ കൂടെ ഒക്കെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ അനുസരണത്തിന്റെ ഒരു അനുഭവം നമുക്ക് ഈ തിരുവചനത്തിലുടനീളം മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയുന്നു. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ദൈവം തനിക്ക് കൊടുത്തതായ ഏകജാതനായ പുത്രനെ എനിക്ക് തന്നെ തിരികെ തരിക, ഹോമയാഗമായി അർപ്പിക്കുക. അത് ദൈവം തന്നോട് കൽപ്പിക്കുന്ന, തന്നോട് പറയുന്ന ഒരു കാര്യമാണ്. അത് പൂർണ്ണമായും ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട് അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് ഈ 22-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. അത് പറഞ്ഞത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിലെ മോറിയ മലയിൽ മോറിയ ദേശത്തിൽ ഞാൻ പറയുന്ന മലയിൽ നീ കൊണ്ടുപോയി മകനെ യാഗം അർപ്പിക്കണമെന്ന് പറയും. അബ്രഹാം അതിന് മറുതിരിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മൾക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ ഒരുപക്ഷെ അബ്രഹാമിന് തലേ രാത്രിയായിരിക്കാം ഈ ആലോചന കേട്ടത്. അത് കേട്ട് പ്രഭാതമായപ്പോൾ താൻ അതിനു വേണ്ടി സജ്ജമായി. താൻ ആ യാഗം നിവർത്തിക്കാൻ വേണ്ടി, തന്റെ മകനെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ യാഗം അർപ്പിക്കാൻ വേണ്ടി താൻ പൂർണ്ണമായി അതിനുവേണ്ടി ദൈവസന്നിധിയിൽ തന്നെ സജ്ജീകരിച്ചു എന്ന്, തന്നെ ഒരുക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം അബ്രഹാമിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. അബ്രഹാം എന്ന പിതാവിന്റെയൊക്കെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിയുന്നുണ്ട്. അവരൊക്കെ ഈ വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന് വന്നവര്. വിഗ്രഹാരാധനയുടെ നടുവിൽ ദൈവത്തെ അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹാരാധനയുടെയും, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, അവരൊക്കെ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഊറ്റിരുന്ന ഒരു പശ്ചാത്തലം അവർക്കുണ്ടായിരുന്നുണ്ട്. അവിടെ നിന്നൊക്കെയും ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെയും അബ്രഹാമിന്റെ മനസ്സിനകത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം, എന്റെ മനസ്സിനകത്ത് ഒരു ദൈവത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം എപ്പോഴും ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. ഈ തേജസ്സില്ലാതെ വിഗ്രഹങ്ങളെയൊക്കെ ഉണ്ടാക്കി അതിനെയൊക്കെ അത് മുമ്പിലേക്ക്
മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അറിയാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും ആഗ്രഹമുള്ളവർക്ക് ദൈവം എന്ത് ചെയ്യും? കൂടുതലായിട്ട് അവസരങ്ങളും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും. ഉദാഹരണം നമ്മൾ ചിന്തിക്കുന്നില്ല, സക്കായി യേശുവിന് ഒരു നോക്ക് കാണാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യും? എനിക്ക് ദൈവം കൊടുത്തൊരു അനുഭവം, യേശു കൊടുത്തൊരു അനുഭവം എന്ന് പറയുന്നത് കാണാൻ ആഗ്രഹിച്ചവന്റെ ഭവനത്തിൽ ഒരു രാത്രി പാർക്കാനൊരു അവസരം. നോക്കണം, ഒരു നേരം അല്ലെങ്കിൽ ഒരു നോക്ക് കണ്ടുപോകാൻ വന്ന സക്കായിയുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ചത് അവന്റെ ഭവനത്തിൽ ഒരു രാത്രി പാർത്തിട്ടാണ്. രാത്രി പാർത്ത് അവനോട് കൂടെ ഭക്ഷണം കഴിച്ച് ഒരന്തി ഉറങ്ങി, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുന്ന അവനോടൊപ്പം ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് മനുഷ്യന് ലഭ്യമായി തീരാൻ. വളരെ സാരം നമ്മുടെ ആഗ്രഹങ്ങളാണ് ദൈവം നമ്മളെ സഫലീകരിക്കുവാൻ അനുഗ്രഹിക്കുന്നത്. ചിലർക്ക് അതില്ല. ദൈവികമാകുന്ന ഒരു 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 എന്താ പറയുക വികാരമോ ദൈവികമാകുന്ന ഒരു അനുഭവത്തിലേക്ക് കാൽ വെക്കണമെന്നോ അങ്ങനെ സംഭവിക്കണമെന്നോ അങ്ങനെയൊന്ന് കാണണമെന്നോ അങ്ങനെ ഒന്ന് അനുഭവിക്കണമെന്നോ ഒന്ന് ആകണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ലാതെ നടക്കുന്നവരുണ്ട്. പക്ഷെ അവരെ ദൈവം ആ വഴിക്ക് തിരിക്കുക. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. സുവിശേഷം പറയുന്ന സമയത്ത് ചിലർ ചോദിക്കുന്നുണ്ട്, പാസ്റ്റർമാരെ നരകത്തിലും ആള് വേണ്ടേ? ഞങ്ങൾ നരകത്തിലും ആള് തികയ്ക്കാൻ നിൽക്കുന്നവര്, എല്ലാവരും സ്വർഗത്തിൽ പോയപ്പോഴും നരകത്തിൽ ആള് വേണ്ടേ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ദൈവം അവരെ ചെയ്യും നരകത്തിലേക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ച്. കാരണം എന്താ? അവരെ എത്ര പറഞ്ഞാലും എത്ര നമ്മൾ ഗ്രഹിപ്പിക്കാൻ എത്ര അവര് വചനത്തിൽ കൂടെ നടത്താൻ ആഗ്രഹിച്ചാൽ അവരെന്ത് ചെയ്യും? ഞങ്ങൾ നന്നാകത്തില്ല, ഞങ്ങളത് അനുസരിക്കത്തില്ലെന്ന് അങ്ങനെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലഘട്ടത്തിൽ നടന്ന അനുസരിക്കത്തില്ല, ഞങ്ങളിത് പ്രമാണിക്കത്തില്ല, ഞങ്ങളിത് ചെവിക്കൊള്ളത്തില്ല എന്നൊരു വികാരത്തോടെയും വിചാരത്തോടെയും നടക്കുന്ന ജീവിതത്തിൽ മാനുഷികമായ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളത് ഒന്നുകൂടെ, അല്ലെങ്കിൽ ഇത് ശരിയാണോ, കേട്ടത് ശരിയാണോ, എന്നോട് തന്നെയാണോ ദൈവാത്മാവ് ഇടപെട്ടത്, ദൈവാത്മാവ് സംസാരിച്ചത്, അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ഒരു എന്താ പറയാ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യും? രണ്ടുപേരോടൊക്കെ ഒന്ന് ചോദിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ച് സമയം മുതിരാതെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും മറ്റുള്ളവർ ഇടപെട്ടോ വല്ലതും ആരോടും ചോദിക്കാതെ അബ്രഹാം കേട്ടത് ദൈവത്തിന്റെ ശബ്ദമാണെന്നും ഇനി അതിന് എതിരായിട്ടൊരു ചിന്ത എന്റെ മനസ്സിൽ നിന്നില്ലെന്നും ആ മനുഷ്യൻ തീരുമാനിക്കാനുണ്ട്. ഇതിനു മുമ്പൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാകും, നിന്റെ മക്കളെ ഞാൻ, നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ സന്താനങ്ങളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണൽച്ചെരി പോലെയൊക്കെ ആക്കുന്നൊക്കെ ഞാൻ എന്തിനാണ് ഗ്രഹിക്കുമെന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ പിന്നിലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് മറുചോദ്യം എങ്ങനെ ഞാനത് ഗ്രഹിക്കും, എങ്ങനെ മനസ്സിൽ ഉൾക്കൊള്ളും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ഇവിടെ അബ്രഹാം ഒരു മറുചോദ്യം ചോദിക്കുന്നില്ല. ഇവൻ ആരോടും അതിനെക്കുറിച്ച് ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കുന്നില്ല, ഒരു വർത്തമാനം പോലും അതിനെക്കുറിച്ച് രണ്ടാമതൊന്നും സംസാരിക്കുന്നില്ല. നേരെ ദൈവത്തിന്റെ വാക്ക് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യാഗത്തിന് വേണ്ടി തന്നെ മകനെ തന്നെ യാഗം അർപ്പിക്കാൻ, ശരിക്കും പറഞ്ഞ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ശരിക്കും ഒരു വിരുദ്ധമായ കാര്യമാണ്. ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ ചിന്തയിലാണെങ്കിലും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സ്വന്തം മകനെ യാഗം അർപ്പിക്കാനൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതാണ്. അപ്പം ദൈവം പറഞ്ഞ കാര്യമാണല്ലോ എന്ന് ദൈവസന്നിധി ചിന്തിക്കാറുള്ളത് ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടാകത്തില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞത് യാഗം അർപ്പിക്കാനാണ്. എപ്പോഴെന്നോ സമയം എത്ര ദിവസമൊന്നും ദൈവം പറഞ്ഞില്ല, യാഗം അർപ്പിക്കാനാണ് പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്ത് കേട്ട മാത്രയിൽ, അല്ലെങ്കിൽ തലേരാത്രി കേട്ടിട്ടുണ്ടെങ്കിൽ നേരം വെളുത്ത് അധികാലത്ത് എഴുന്നേറ്റ് നമ്മൾ വായിക്കും. സമയം കളയാതെ ദൈവം പറഞ്ഞ പറഞ്ഞതായ വാക്കിനെ പാലിച്ചിട്ട് ലക്ഷ്യമാക്കി സഞ്ചരിപ്പാൻ, അല്ലെങ്കിൽ കുറച്ചു ദിവസം കഴിയട്ടെ, ഒരിക്കലും ഇതിനൊക്കെ ശേഷമായിട്ട് ഇസഹാക്കിനെ പെണ്ണ് അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭാര്യ അന്വേഷിക്കാൻ വേണ്ടി എലയാസറിനെ അബ്രഹാമിന്റെ നാട്ടിൽ
കുറച്ചുകൂടെ സാവകാശം, കുറച്ചുകൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങളോട് പാർക്കട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മള് നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ നീക്കേണ്ടുന്ന പല കാര്യങ്ങളാണ്, ദൈവികമാകുന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞോട്ടെ എന്ന് നമ്മുടെ മനസ്സിലൊരു എന്ത് ചെയ്യും, ഒരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തോന്നലുണ്ടാവും. നമ്മൾ അതും പ്രകാരം ജീവിക്കും. ഇവൻ ഏത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അത് അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരാഴ്ചത്തേക്ക് അടുത്തൊരു കാലയളവിലേക്ക് നമ്മൾ അതിന് മാറ്റി എന്തായാലും നമ്മൾ ചെയ്യും, എന്നാലും അതിനുവേണ്ടി ഇറങ്ങും. അപ്പൊ കുറച്ചുകൂടെ സമയം എടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ കുറച്ച് കരുതലും കൂടെ നമുക്ക് ചെയ്തിട്ട് ഇറങ്ങാനൊക്കെ ഒരു കരുതല് മനസ്സിലേക്ക് തോന്നും. അതുപോലെയാണ് റെബെക്കയുടെ കാര്യം പറഞ്ഞത്. എന്തായാലും കൊണ്ടുപോകുമല്ലേ, ഒരു കാര്യം ഒരു 10 ദിവസം ഇവിടെ നിൽക്കണം. അപ്പൊ എലിയാസർ ഓക്കെ ആയിക്കോട്ടെ, എലിയാസർ അവിടെ താമസിക്കുക, 10 ദിവസം കൂടെ അവിടെ വെയിറ്റ് ചെയ്യുക. മകളെ കൂട്ടി വേണം യജമാന്റെ വീട്ടിലേക്ക് അബ്രഹാമിന്റെ അടുത്തേക്ക് തിരികെ വരാൻ. അപ്പൊ ഞാൻ പറഞ്ഞതിന് സാരം, ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ വെയിറ്റ് ചെയ്ത്, പക്ഷെ അബ്രഹാമിന് നോക്കിക്കേ, അബ്രഹാം വെയിറ്റ് ചെയ്തില്ല. അബ്രഹാം ഇത് കേട്ടിട്ട് സമയം പാഴാക്കുന്നില്ല. ഇനി അതിനു വേണ്ടി ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നോക്കിയിരിക്കണോ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണോ, കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് താലോലിച്ചിട്ട്. നമുക്കറിയാം അബ്രഹാമിന്റെ കുഞ്ഞ് വീട്ടിലുണ്ടാകുമ്പോൾ, ഇസഹാക്ക് ഉണ്ടാകുമ്പോൾ ആ വീട്ടിലെ അന്തരീക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് ശരിക്കുള്ള മാറ്റത്തെ സന്തതിയാണ്. അവരുടെ വീട്ടില് എത്രയോ പേരുണ്ട്. അബ്രഹാമിന്റെ വീട്ടിൽ നമുക്കറിയാം ദാസിദാസന്മാരെ കൂടാതെ തന്നെ അവരുടെ വീട്ടിൽ മറ്റുള്ളവരെ അഭ്യാസികൾ തന്നെ 318 പേരുണ്ടെന്ന് വായിക്കുന്നത്. എന്ന് വെച്ചാൽ നിലത്ത് വെക്കാതെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടും കളിപ്പിച്ചുകൊണ്ടൊക്കെ നടക്കാനും ഒപ്പം നടക്കാനൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു സന്തോഷത്തിന്റെ നല്ലൊരു അനുഭവത്തിലാണ് അവർ നിൽക്കുന്നത്. കുഞ്ഞുണ്ടായി കുറച്ച് പ്രായമായെങ്കിൽ തന്നെയും അവർ ആ സന്തോഷത്തിൽ നിൽക്കുന്നത്. ഇപ്പോ ഓൾറെഡി അതിന്റെ തൊട്ട് അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പുറകിലുള്ള അധ്യായത്തിൽ വായിക്കുന്ന ഇസ്മായിലിനെ അവനെ നിന്ന് പുറത്താക്കുന്ന ഹാഗാർ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അതവനെ അബ്രഹാം ചെയ്യുന്നത് ഇപ്പോൾ ഏക മകനാണ്. അപ്പോ ആ മകനുമായിട്ടുള്ള ഒരു എന്താ പറയാ അടുത്തുള്ള ഇടപഴകലും സ്നേഹവും സന്തോഷം. ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന പുത്രൻ എന്ന് പറയുന്നത്, സ്നേഹിക്കുന്ന താലോലിക്കുന്ന തന്റെ 100ാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് വാഗ്ദത്തം കൊടുത്ത കുഞ്ഞിന് തന്നെ വായിക്കുന്നുണ്ടല്ലോ. ഈ 100ാമത്തെ വയസ്സില് എല്ലാവരും ഇത് കേട്ട് ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരി എന്നർത്ഥമുള്ള ഇസ്ഹാക്ക് എന്ന് പേരിട്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി നല്ല സന്തോഷത്തിലും നല്ലൊരു അന്തരീക്ഷത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ദൈവികമാകുന്ന ഒരു ആലോചന നാം കേൾക്കുന്നത്. പക്ഷേ ഒരു രീതിയിൽ മറ്റാരും ചിന്തിക്കുന്നത് പോലെ ഈ അബ്രഹാം ചിന്തിക്കാതെ ദൈവസന്നിധിയിൽ ആ കാര്യം ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട് നേരെ ദൈവം പറഞ്ഞ വാക്കിന് മാനിച്ച് കുഞ്ഞുമായി യാഗം ചെയ്യാൻ വേണ്ടി, യാഗം കഴിപ്പിക്കാൻ വേണ്ടി മോറിയ ദേശത്തേക്ക് യാത്രയാകുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും. ഒരാളോടും ഇതിനെക്കുറിച്ച് ഒരു സെക്കൻഡറി ഓപ്ഷൻ ചോദിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ പറയാനുണ്ടോ, ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയ തിരുത്താനുണ്ടോ, ഒന്നും ഈ മനുഷ്യൻ ചെയ്യുന്നില്ല. നേരെ മോറിയ ദേശം ലക്ഷ്യമാക്കി സഞ്ചരിക്കും. ഇങ്ങനെ സഞ്ചരിച്ച് മോറിയ ദേശത്ത് എത്തുമ്പോൾ ബാല്യക്കാരും കൂടെയുണ്ട്. അപ്പോ തന്നെ പോകുന്ന സമയത്ത് നമുക്ക് കാണുവാൻ അബ്രഹാം ആരാധനയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച വീട്ടിൽ നിന്ന് തന്നെ പോകുന്നത്. നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആത്മീയ മർമ്മം കൂടെയുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെടുമ്പോൾ ആരാധനയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും താന് സജ്ജീകരണത്തോടെ പോയ. നമുക്കറിയാം മോറിയ മലയിൽ ആട്ടുകൊറ്റനെ, ആടിനെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന, അവിടെ കാടാണ്, അവിടെ വിറകുണ്ട്, യാഗത്തിനുള്ള വിറകും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ലഭിക്കും. പക്ഷെ ഈ മനുഷ്യൻ അബ്രഹാം 3 ദിവസം വഴിദൂരമുള്ള ഇത്രയും ദീർഘദൂര യാത്രയിൽ താൻ വീട്ടിൽ തന്നെ വിറകെല്ലാം ക്രമീകരിച്ചു നമ്മൾ വായിക്കുവാൻ കഴിയുന്നു, മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ താൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേ ആരാധനയ്ക്ക് വേണ്ടി സജ്ജമായി, ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചു, തന്നെ താൻ ക്രമീകരിച്ചു. എല്ലാ കാര്യങ്ങളും എന്നെ എന്തിനാണ് ദൈവം എന്തിനാണ് വിളിച്ചത്, എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ആ കാര്യത്തിന് വേണ്ടി യാതൊരു തടസ്സവും ഇനി ആ പോകുന്ന വഴിയിലായിക്കൊള്ളട്ടെ, ചെന്ന ദേശത്തായിക്കോട്ടെ ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് വിറക്കാൻ പോകാൻ എനിക്ക് സമയം ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടാകരുത്. ആ സമയത്ത് പല കാര്യത്തിനു വേണ്ടി ഓടുവാൻ സമയം ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുക, സെറ്റ് ചെയ്ത് എല്ലാം തയ്യാറെടുപ്പോടും കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാധനയ്ക്ക് പോകുന്ന ഒരു ദൈവ വൈദ്യന്റെ, ഒരു ദൈവ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതും എടുത്ത് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മളെ കാണിക്കുന്ന ഈ മാതൃക. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കും കൂട്ടായ്മയൊക്കെ പോകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, ഭവനത്തിന്റെ നീങ്ങി തയ്യാറായി പോകണം എല്ലാ കാര്യത്തിലും. അതന്നെ പ്രാർത്ഥനയുടെ അനുഭവത്തിലായിക്കോട്ടെ. പണ്ടത്തെ പിതാക്കന്മാരൊക്കെ നമ്മള് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രസംഗിക്കുന്നതൊക്കെ പലരും ഇപ്പം പഴയ പിതാക്കന്മാരും പഴയ കാലത്തെ ചരിത്രങ്ങളും ആത്മീയ അനുഭവങ്ങളും സമാന
ഒരുങ്ങുകയാണ്. അവർ പ്രാർത്ഥിച്ച് അതിനു വേണ്ടി നേരത്തെ തന്നെ ആരാധന കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമേ നാളത്തെ ശുശ്രൂഷ അല്ലെങ്കിൽ നാളത്തെ ആരാധന, നാളെ ഞങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ദൈവത്തിന് കടന്നു ചെല്ലുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമായ ഈ തോത്, ഞങ്ങൾക്ക് ആവശ്യമായ ഈ ആഹാരം, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും നാളത്തെ ആരാധനയിൽ ഇല്ലേ. പലപ്പോഴും പണ്ടത്തെ അമ്മച്ചന്മാരും അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം വേദികളിൽ എവിടെ ഒരു പ്രസംഗ വേദിയിൽ ഒരു അഭിഷേകത്തെ പറയുന്നത് കേട്ട് ഇങ്ങനെയാണ് ആരാധന. പണ്ടത്തെ ആരാധനകൾ തലേ ദിവസം ഈ ആരാധനയ്ക്ക് വേണ്ടി അവർ ക്രമീകരിക്കപ്പെടുകയാണ്, അവർ തന്നെത്താൻ ഒരുക്കി അവർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രഭാതമാകട്ടെ, അല്ലെങ്കിൽ നേരം വെളുക്കട്ടെ, സന്ധ്യയാകട്ടെ, അല്ലെങ്കിൽ പോയി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാന്നല്ല അവർ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അങ്ങനെ ചെയ്യാമെന്നോ പ്രവർത്തിക്കാമെന്നല്ല അവർ പറയുന്നത്. മറിച്ച് ദൈവസന്നിധിയിൽ നേരത്തെ തയ്യാറായി പ്രാർത്ഥിച്ച് നാളത്തെ ദിവസം ആരാധനയുടെയാണ്. ഞങ്ങൾ പോകുന്നത് വേറൊരു കച്ചവടത്തിനല്ല, ഞങ്ങൾ പോകുന്നത് വേറൊരു മാർഗത്തിനല്ല, ഞങ്ങൾ പോകുന്ന വേറൊരു സഞ്ചാരത്തിനല്ല, ഞങ്ങൾ പോകുന്നത് ഉല്ലാസ യാത്രയ്ക്കില്ല, മറിച്ച് ഞങ്ങൾ പോകുന്നത് ദൈവിക ആരാധനയ്ക്ക് വേണ്ടിയും ദൈവികമാകുന്ന അനുഭവങ്ങൾക്ക് വേണ്ടിയും ദൈവിക സന്തോഷം പങ്കിടാനും ആത്മീയമാകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന ചിന്തയോടെയാണ് അവർ ദൈവശക്തി അടുത്തു പോകുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് അവരെ അനുഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് അവരുടെ ജീവിതം ആശീർവാദം. അപ്പൊ അവർ അങ്ങനെ പോകുന്ന വഴിയിൽ അവർക്കൊരിക്കലും എന്ത് ചെയ്യത്തില്ല, നഷ്ടം സംഭവിക്കുന്നില്ല. അവർ ആരാധന സംതൃപ്തരായി മടങ്ങി വരുവാനിടയാകും. ദൈവിക ആലോചനകൾ പ്രാപിച്ച്, ദൈവിക വിടുതൽ പ്രാപിച്ച് മടങ്ങി വരുവാനിടയാകുന്ന കാരണം എന്താ? അവർ ദൈവശക്തി നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. അവർ ദൈവശക്തി നേരത്തെ അതിനുവേണ്ടി ക്രമീകരിക്കപ്പെട്ടിരുന്നു. അവർ അവരെ തന്നെ ദൈവശക്തിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ സമയത്തെ, ഞങ്ങളുടേതായ സമ്പത്തിനെയും ഞങ്ങളുടേതായ എല്ലാ കാര്യത്തെയും ഞങ്ങൾ അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാതെ എന്താണ് തന്റെ മുമ്പുള്ള ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഭവനത്തിൽ നിന്നേ ഒരുങ്ങി ദൈവശക്തി ഇറങ്ങുവാൻ തുടങ്ങി. അവിടെ ആ ദേശത്ത് 3 ദിവസത്തെ വഴിയാത്രയ്ക്ക് ശേഷമായിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽപ്പി, ഞാനും എന്റെ മകനും മലയോളം ചെന്ന് ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാൻ പറഞ്ഞു. അവിടെ നമ്മള് മനസ്സിലാക്കി അതിനെ ചിന്തിപ്പിച്ചൊരു കാര്യം, ബാല്യക്കാരെ അവിടെ നിർത്തി, അത് ശരിയാണ്. നമ്മുടെ ഭാഷയിൽ നമ്മളൊക്കെ ആണെങ്കിൽ ചിന്തിക്കുമായിരുന്നു കഴുത നമ്മുടെ കൂടെ പോന്നോട്ടെ. കാരണം എന്താ, 3 ദിവസമായി ഇവർക്ക് കഴുതന്നെ ചുമന്നോണ്ട് വരുന്നേ. അപ്പൊ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകുമ്പോഴെന്ത് ചെയ്യാം, ഇത്രയും കയറ്റം കയറി പോകണ്ടേ, മലയാളത്തന്നെ. അപ്പോ അവിടെ വരെ എത്തുമ്പോൾ ഈ ഭാരതമക്കൾ കഴുത കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമാണ്. നമുക്കറിയാം മാനുഷിക നിലയിൽ പിതാക്കന്മാരായവര്, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എന്റെ പിതാവാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരെല്ലാം പിതാക്കന്മാരൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാരങ്ങളൊക്കെ ചുമക്കുമ്പോൾ വലിയ ഭാരമുള്ളൊക്കെ എടുക്കാൻ നേരം പറയും, അതവിടെ വെച്ചേക്ക്, അത് ഞാൻ എടുത്തോളാം, നിങ്ങൾ എടുക്കണ്ട. അല്ലെങ്കിൽ മക്കളോടൊന്നും സ്വഭാവികമായിട്ട് അപ്പനമ്മമാര് അവരുടെ സ്നേഹത്തോട് അവർ പറയും അവനെ കൊണ്ട് അത് എടുപ്പിക്കണ്ട. അമ്മ പറയും അവനെ കൊണ്ട് അത് എടുപ്പിക്കണ്ട, അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ട് അത് എടുപ്പിക്കണ്ട, അല്ലെങ്കിൽ അവനവിടെ വെച്ചേക്ക്, അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് വന്നോളാം എന്നൊക്കെ അപ്പന്മാര് പറയും. അതെന്തുകൊണ്ടാണ്? മാനുഷികമാകുന്ന പരിഗണനയും മാനുഷികമായ നിലയിൽ അപ്പനമ്മ ബന്ധം അല്ലെങ്കിൽ അപ്പൻ മകൻ ബന്ധം ഈ നിലവാരത്തില് പറയണം. അവരെ കൊണ്ട് ചുമപ്പിക്കണ്ട, അവരെ കൊണ്ട് ഭാരം എടുപ്പിക്കണ്ട. കാരണം അബ്രഹാമിന് വേണമെങ്കിൽ ഈ കഴുതയെ അവരുടെ കൂടെ കയറ്റം കയറി എവിടെയാണ് യാഗം അർപ്പിക്കുന്നത് അവിടെ വരെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്ത് അബ്രഹാം അതിന് ചെയ്യുന്നില്ല. അബ്രഹാം എന്ത് ചെയ്യും, കഴുതയെയും അപ്പൊ തന്നെ ആ ബാല്യക്കാരെയും അവിടെ നിർത്തിയിട്ട് അവരോട് പറയും ഞങ്ങൾ അവിടെ പോയി തിരികെ വരാമെന്നാണ്. ഈ പോകുന്ന യാത്രയിൽ ഒത്തിരി ആശ്വാസം ഉണ്ടാവും കഴുത കൂടെ ഉണ്ടെങ്കിൽ. ഭാരം ചുമക്കാനുണ്ടല്ലോ. അപ്പൊ നമ്മൾ വായിക്കുന്നത് അവിടെ അബ്രഹാം കത്തിയും തീയും അബ്രഹാം എടുത്തു, വിറകെടുത്ത് ബാലന്റെ മേൽ വെച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. കരുണയില്ല, അപ്പന്റെ ചുമലിലല്ല വെക്കുന്നത്, അബ്രഹാമിന്റെ ചുമലിലല്ല നടന്നത്. മകനൊന്നും തിരിച്ചു ചോദിക്കുന്നില്ല. അപ്പൊ ഈ ഭാരം അപ്പനെടുക്കാനൊന്നും മകൻ ചോദിക്കുന്നില്ല. പക്ഷേ ഞാൻ തന്നെയൊക്കെ ചുമക്ക, എന്തായാലും അങ്ങോട്ട് പോവല്ലേ, ഞാൻ തന്നെ ചുമക്കോളാം, അവന് ചെറുപ്പമല്ലേ, പ്രായം കുറവല്ലേ, ഇത്രയും ഭാരം ചുമന്ന് മുകളിൽ പോകാനുള്ള ഒരു കൺസേൺ ആ പിതാവിന് സ്വാഭാവികമായിട്ട് ഉണ്ടാകാം, ഏതൊരു മാനുഷിക പിതാവിനും ഉണ്ടാകാം. പക്ഷെ ഈ മാനുഷിക പരിഗണന അബ്രഹാം അവിടെ കാണിക്കുന്നില്ല. എന്തുകൊണ്ട് അവിടെ കാണിക്കും? ഞാനിങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഗ്രഹിപ്പാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. ഇത് ഒരു മാനുഷിക ബന്ധം സ്ഥാപിക്കാൻ പോകുന്നുണ്ടാവില്ല, ആരാധനയ്ക്ക് വേണ്ടി പോകുന്നതാണ്. എന്റെ മകൻ യാഗമൃഗമാണ്, അവനാണ് യാഗവസ്തു. പഴയ നിയമ പശ്ചാത്തലം അനുസരിച്ച് യാഗവസ്തു തന്നെയാണ് ചുമക്കേണ്ടത്. നമുക്കറിയാം, നമ്മള് ഒരു മൃഗമായിക്കൊണ്ട് ഇപ്പൊ ഞാൻ
ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ശബരിമലയിലൊക്കെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് അങ്ങോട്ട് മലയ്ക്ക് മുകളിൽ കൊണ്ടുപോകുന്ന കഴുതകളെ ഭാരം അങ്ങോട്ട് കൊണ്ടുപോകും. അതുപോലെ അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടുപാടുകളൊക്കെ നമുക്ക് വലിയ ലോറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? എന്തായാലും അറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ തട്ടി തട്ടി താഴെ നേരെ നമ്മൾ വളർത്താൻ കൊണ്ടുപോകുന്നതാണെങ്കിലും നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യും. വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ കരുതലോടെ തട്ടാതെ മുട്ടാതെ കാലൊടിയാതെ കൈയൊടിയാതെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എടുത്തുകൊണ്ട് പോരുള്ളൂ. പക്ഷെ തികച്ചും അതിനെ അറക്കാതെ കൊണ്ടുപോകുന്നെങ്കിൽ എന്ത് ചെയ്യും? അറക്കാനുള്ളതല്ലേ, മുറിവ് പറ്റിയാലും ഇച്ചിരി ചുമട ചുമന്നാലും ഒന്നും യാതൊരു കുഴപ്പമില്ലെന്നൊരു ചിന്ത തോന്നുവാനിടയാണ്. പക്ഷെ ഇവിടെ അബ്രഹാം ഒരു മാനുഷികമായ പരിഗണന ഇവിടെ കാണിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ദൈവം തന്നോട് കൽപ്പിച്ചത് എന്തുവാണ്? യാഗം അർപ്പിക്കാൻ വേണ്ടിയാണ് തന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നോട് പറഞ്ഞിരിക്കുന്നത്. അതും പ്രകാരമാണ് തനിക്ക് മുമ്പോട്ട് പോകുവാനുള്ളത്. സോറി, കറണ്ട് ഇവിടെ പോയി, അതുകൊണ്ടാണ് ഞാനിപ്പം ഇരുണ്ടതിരിക്കുന്നത്. എന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അബ്രഹാം ഒരിക്കലും ഒരു മകന് അപ്പൻ എന്ന മാനുഷിക പരിഗണനയിൽ കൂടെയല്ല ആരാധനയ്ക്ക് വേണ്ടി മുമ്പോട്ട് പോകും. മറിച്ച് ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചു. മകൻ അവൻ യാഗം അർപ്പിക്കാൻ പോകുന്ന യാഗവസ്തുവാണ്. മൃഗത്തിന് പകരം അവൻ തന്നെയാണ്, അവനെയാണ് ഞാൻ യാഗം അർപ്പിക്കാൻ പോകുന്നത് എന്ന ഒരു കരുണയോ അല്ലെങ്കിൽ ഒരു കൺസേണോടെ മാത്രമാണ് അബ്രഹാം മല കയറുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആത്മീയമാകുന്ന വിഷയത്തിനകത്ത് മാനുഷിക ബന്ധങ്ങൾ കൊണ്ടുവരുവാൻ ഒരിക്കലും ദൈവവും ആഗ്രഹിക്കുന്നില്ല. ആത്മീയമായ വിഷയത്തിൽ, പ്രത്യേകിച്ച് ആരാധന പോലുള്ള വിഷയത്തിനകത്ത്, ആത്മീയമായ പല കാര്യത്തിനകത്തും ഒരുപക്ഷെ രക്തബന്ധങ്ങൾ പലതും നമ്മളെ പറഞ്ഞ് ഉറപ്പായിരിക്കും, പല രീതിയിൽ നമ്മളെ അതിനകത്ത് തടസ്സം നിൽക്കുമായിരിക്കും, പലതും നമ്മളെ ചിന്തിപ്പിക്കുമായിരിക്കും. ഇവിടെയൊക്കെയും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ദൈവികമാകുന്ന വിഷയത്തിനകത്ത് ദൈവത്തെ അനുസരിക്കുന്ന വിഷയത്തെ നമ്മൾ ദൈവശക്തി എടുക്കുമ്പോൾ അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, മാനുഷികമാകുന്ന പരിഗണന നമ്മൾ ഒരിക്കലും കൊടുക്കുവാൻ ഇടയാകരുത്. മാനുഷികമായ കാര്യങ്ങൾ മാനുഷിക നിലയിൽ മാത്രം നമ്മൾ കാണുക. ആത്മീയമാകുന്ന വിഷയങ്ങളെ ആത്മീയമായ രീതിയിൽ, അത് കുടുംബത്തിലാണെങ്കിലും രക്തബന്ധത്തിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും നമ്മുടേതായ ഏത് കൂട്ടും മേഖലയിലാണെങ്കിലും ആത്മീയമാകുന്ന വിഷയങ്ങളെ ആത്മീയമായ രീതിയിൽ മാത്രം കാണുവാൻ ആഗ്രഹിക്കണമെന്ന് നമുക്ക് ദൈവനാമത്തിൽ ആശ്രയിക്കുവാൻ കഴിയട്ടെ. ഇവിടെ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവിന്റെ അടുക്കൽ തന്റെ അമ്മയാകുന്ന മറിയ വന്നിട്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ വീഞ്ഞു പോരായ്മ വരികയാൽ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. അപ്പൊ യേശു കർത്താവ് അമ്മയോട് പറയുന്നൊരു കാര്യം, മാതാവൊക്കെ ശരിയാണ്, പക്ഷെ പറയുന്നൊരു സ്ത്രീ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്, എന്റെ നാഴി ഇതുവരെയും വന്നിട്ടില്ല എന്ന് ഇവിടെ പറയുവാനിടയാകുന്നു. ഒരുപക്ഷെ അതിനകത്ത് അമ്മ മകനെന്നൊരു ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കിയായിരിക്കും ഒരുപക്ഷെ മറിയ വന്ന് യേശുവിനോട് പറയുന്നത്, ഇവിടെ എന്തെങ്കിലും ചെയ്യണം. കാരണം മറ്റാരും പറയുന്നില്ല, മറ്റാരും സംസാരിക്കില്ല. മറിയ വാർത്ത അറിഞ്ഞപ്പോൾ നേരെ വന്ന് പറയും. പക്ഷെ നേരെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് കർത്താവ് അമ്മയോട് സംസാരിക്കുന്നത്, മറിയോട് സ്ത്രീ ചെയ്യുവാനിടയാകും. അതിനകത്ത് മാനുഷികമായ ബന്ധങ്ങൾക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കപ്പെടുന്നില്ല. ഇവിടെ അബ്രഹാമും തന്റെ മകനാണ് ഒക്കെ ശരിയാ, പക്ഷെ എന്ത് ചെയ്യുക, ദൈവത്തിലാണ് പൂർണ്ണമായി തന്നെ ആശ്രയിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനയാണ് താൻ പ്രമാണിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ദൈവികമായ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് മനസ്സിലാവും. അവിടെ മകൻ കരയുകയാണെങ്കിലോ, മകൻ ചോദിക്കുകയാണെങ്കിലോ, മകൻ പിന്മാറുക, എന്ത് കാര്യം ചെയ്തതാണെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു കേസല്ല. ദൈവസഭയിൽ താനെടുത്ത തീരുമാനമുണ്ട്. ദൈവത്തിന്റെ ആലോചന കേട്ട് ഇറങ്ങിയവനാണ്. അത് പൂർത്തീകരിക്കുന്നത് വരെയും എനിക്ക് നിന്ന് പിന്മാറുവാൻ കഴിയത്തില്ല. അതാണ് നമ്മളെ മോറിയാമലയുടെ അനുഭവത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്ന അനുസരണത്തോടെ ഈ അപ്പനെ അനുസരിക്കുന്ന ഒരു മകനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പോകുന്ന വഴിയാത്രയിൽ ചോദിക്കുന്നുണ്ട്, അപ്പൊ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷെ എന്താ യാഗത്തിനുള്ള മൃഗം എവിടെ, യാഗവസ്തു എവിടെ? ഇവിടെ അബ്രഹാം പറയുന്ന ഒരു കാര്യം, വിശ്വാസത്തോടെ ഹോവ കരുതിക്കൊള്ളും, നമുക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞാണ് മകനെയും ആശ്വസിപ്പിച്ച് പോകുന്നത്. പക്ഷേ തന്റെ അകത്തറിയാം, യാഗമൃഗം നീ തന്നെയാണ്, നീയാണ് ആട്ടിൻകുട്ടിയായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നത്, നിന്നെയാണ് യാഗമർപ്പിക്കാൻ ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത്. പ്രകാരമാണ് അബ്രഹാം മുമ്പോട്ട് യാത്ര ചെയ്ത് പോകുന്നത്, അബ്രഹാം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്, അബ്രഹാം അവിടെ എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞ് അനുസരിച്ച് മലയിൽ ദൈവം കൽപ്പിച്ച മലയിൽ തന്നെ എത്തി ഇവിടെ ചെയ്യുവാനിടെ യാഗപീഠം പണിയിക്കുന്നു, അവിടെ വിറകെടുക്കുന്നു, മകനെ അവിടെ യാഗത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. ഇവിടെ എല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഒരപ്പനും മകനും എന്ന ബന്ധത്തിന് അപ്പുറമായി രണ്ടുപേരും ദൈവ
ദൈവത്തെ അനുസരിക്കുന്നവരായി മാറും. അവരൊരിക്കലും അത് ചെയ്യുന്നില്ല, പിന്മാറി പോകത്തില്ല. അത് 100% തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൻ അമ്മ അവർ ദൈവം എങ്ങനെയാണോ അപ്രകാരം മക്കൾ പോകും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരൊന്നിച്ച് നടക്കത്തില്ല, അവരൊന്നിച്ച് മല കയറത്തില്ല, അവരൊന്നിച്ച് കൂട്ടായ്മയ്ക്ക് പോകും. നമുക്കറിയാം കാണുന്ന പശ്ചാത്തലം, അപ്പൻ ഒരു വഴിക്കാണെങ്കിൽ അമ്മ വേറെ വഴിക്ക്, അല്ലെങ്കിൽ മക്കൾ വേറെ വഴിക്ക്. ഇങ്ങനെ ഒരു സാഹചര്യം പലയിടത്തും നമ്മൾ കാണാറുണ്ട്. നമ്മുടെ പശ്ചാത്തലത്തിൽ, നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ട പശ്ചാത്തലം, നമ്മുടെ ആത്മീയ വളർത്തലൊക്കെയും നമ്മളിത് കാണാറുണ്ട്. തിരുവചനം പഠിക്കുന്നത് നമ്മൾ കുടുംബത്തിനകത്തുനിന്ന് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക അവര് മനസ്സിലാക്കി അവര് അതുകൊണ്ടാണ് ദൈവത്തിന് ജീവിക്കാനിടയാകും. ഒരിക്കലും ഈ മകൻ അപ്പനെ ധിക്കരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, അപ്പനോട് മറുതലിക്കുന്നതായി കാണുവാൻ കഴിയുന്നില്ല. അവസാനമായി കഥ മുമ്പോട്ട് പോകുമ്പോൾ, ഈ സാഹചര്യം മുമ്പോട്ട് പോകുമ്പോൾ താനേ ഇസഹാക്കിന് മനസ്സിലായി, ഞാൻ തന്നെയാണ് യാഗവസ്തു, ഞാൻ തന്നെയാണ് യാഗമൃഗം, എന്റെ അപ്പൻ എന്നെയാണ് യാഗമർപ്പിക്കാൻ വന്നതെന്ന് അവസാനമായി ഇസഹാക്കിന് ബോധ്യപ്പെടുകയാണ്. അത് മനസ്സിലായി. ഇവിടെ ദൈവം കരുതുവെന്നൊക്കെ പറഞ്ഞത് വിശ്വാസത്താലാണ് എന്റെ അപ്പൻ പറഞ്ഞത്, വിശ്വാസത്താലാണ് എന്റെ അപ്പൻ പറഞ്ഞത്. ആടിനെ ദൈവം നമുക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞത് അത് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ അപ്പൻ മല കയറിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ മകന് മനസ്സിലായി, എന്റെ അപ്പനോട് ദൈവം പറഞ്ഞത് ആലോചന പ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആ മലയിൽ കാണുവാൻ കഴിയുന്നത് ഈ വഴിയാത്രയിലും അവരുടെ സഞ്ചാരത്തിലും അവരുടെ സംഭാഷണത്തിനകത്തും ഒരു ഇടപെടലിനകത്തും ഒരു പെരുമാറ്റത്തിലൊക്കെയും നമ്മൾ കാണുന്നൊരു കാര്യം അനുസരണമാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നു, മകനും ആ പിതാവിനെ അനുസരിക്കുന്നു. ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് അവർ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നു. ആ യാഗം അല്ലെങ്കിൽ ആരാധന പൂർത്തീകരിക്കപ്പെടാൻ, അത് സക്സസ് ആകാൻ, വിജയകരമായി തീരാൻ ഒരു അപ്പൻ ഇറങ്ങി തിരിക്കുമ്പോൾ അപ്പനോടൊപ്പം ചേർന്ന് തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഒരു മകനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പൈതൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ ഈ അനുസരണത്തിന്റെ അവസാന ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവപ്രവൃത്തിയാണ്. കരുതുന്ന യഹോവയുടെ വലിയൊരു പ്രവൃത്തി നമുക്ക് ആ മലയിൽ കാണുവാൻ കഴിയും. അവിടെ നമ്മൾ പ്രകാരം വായിക്കുന്ന മകനെ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് ദൈവം പറയുന്ന ഒരു കാര്യം, മകനെ മേൽ കത്തി വെക്കരുത്. നമ്മൾ കാണുന്നു, ദൈവം നേരത്തെ പറഞ്ഞത് ഞാൻ കൽപ്പിക്കുന്ന മലയിൽ എന്ന് പറഞ്ഞ്. ഏതെങ്കിലും ഒരു മോറിയ ദേശം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ മലകൾ ഉണ്ടാകാം. ഏതെങ്കിലും ഒരു മലയിൽ പോയി യാഗം അർപ്പിക്കാനല്ല അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. ഞാൻ കൽപ്പിക്കുന്ന, ഞാൻ പറയുന്നിടത്ത് തന്നെ അവിടെയാണ് അനുസരണം ഉണ്ടായത്. ദൈവം എന്താണ് കൽപ്പിച്ചത്, ദൈവം എന്താണ് ആഗ്രഹിച്ചത്, ദൈവം എന്താണ് പറഞ്ഞത്, അത് പ്രകാരമാണ് മനുഷ്യൻ അവിടെ ചെയ്ത്. നമുക്കറിയാം, നമ്മള് റോമാലേഖനമായി ഇവിടെ മനസ്സിലാക്കുന്നു, ദൈവം പരീക്ഷയോടുകൂടെ നീക്കുപോക്കും വരുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പരീക്ഷ ഉണ്ടായാലും അത് നീക്കുപോക്ക് ദൈവം വരുത്തിയിട്ടാണ്, പോംവഴി ദൈവം ഒരുക്കിയിട്ടാണ് നമ്മളെ ദൈവം അയക്കുന്നത്, ദൈവം നമ്മളെ നിർത്തുന്നത്. നമ്മുടെ ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഏത് ആത്മീയ വിഷയമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവന്റെ ഉദ്ദേശം നിറവേറ്റാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരു പരീക്ഷയായിക്കൊള്ളട്ടെ, വേദനാജനകമായ അനുഭവമായിക്കൊള്ളട്ടെ, ഊരിലും താഴ്വയുടെ അനുഭവമായിക്കൊള്ളട്ടെ, പക്ഷെ അതിനകത്ത് ദൈവം ഒരു പോംവഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കൽപ്പന ഔവണ്ണം അനുസരിക്കുന്ന പ്രമാണിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഏതോ ഒരാട്ടിടയൻ അവിടെ ആ മലയിൽ ആട് തീറ്റാൻ വന്ന് തിരികെ പോയപ്പോൾ ആടിൽ ഒരാട്ടുകൊറ്റന് അല്ലെങ്കിൽ ഒരാട് അവർക്ക് കാണാൻ നഷ്ടമായി പോയി. പക്ഷെ ഇത് മുന്നമേ കണ്ട ഒരു ദൈവമുണ്ട്. നമുക്ക് മനസ്സിൽ അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ. ഞാൻ എന്റെ ഭാവനെ ഞാൻ കാണില്ല, ഞാൻ ഭാവനെ പറയുകയാണ്. ആ മല മുകളിൽ കയറി വന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആർക്കോ എപ്പോഴോ ഒരാടിനെ നഷ്ടമായി. അവര് വീട്ടിൽ ചെന്നിട്ടായിരിക്കും ഒരുപക്ഷെ നോക്കുന്നത്, ഒരാട് കുറവുണ്ട്, എവിടെ നഷ്ടപ്പെട്ടത് നമുക്കറിയത്തില്ല. പക്ഷെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നും ഏത് മലയിലാണെന്നും ഏത് കാട്ടിലാണെന്നും കുടുങ്ങിക്കിടക്കുന്നു ദൈവത്തിനറിയാം. ഇതുകൊണ്ടാണ് അബ്രഹാം വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന മുമ്പേ അബ്രഹാമിനോട് പറഞ്ഞു, മോറിയ ദേശത്ത് ഞാൻ കൽപ്പിക്കുന്ന മലയിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കനുസരിച്ച്, ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച്, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടു വന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ആ മോറിയ മലയുടെ ദേശത്ത് ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടു തനിക്കും മകനും ദൈവം കൊടുത്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് നമ്മൾ വായിക്കാൻ കഴിയുന്നത്. തന്നെ ദൈവം പറയുന്നത്, ഞാൻ നിന്നോട് ചോദിച്ചത് തരുവാൻ നീ മടിക്കായതുകൊണ്ട് എന്റെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാകുവാനിടയെ. ഞാൻ പറഞ്ഞത് ചിന്തിച്ച് വേദഭാഗത്ത് നമ്മോട് സംസാരിക്കുന്ന ആശയങ്ങൾ ഇത് തന്നെയുള്ളൂ. ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് മോറിയയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിത്യം ഉണ്ടാകണമെന്ന്. എന്ന് പറഞ്ഞാൽ അനുസരണത്തിന്റെ, ദൈവം പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് മനുഷ്യരിക്കാൻ നമ്മൾ തയ്യാറായ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിപ്പാൻ നമ്മൾ അതിന് സമയം നമ്മൾ നീക്കി വെക്കാതിരുന്ന, ഇന്നത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ആണ്ടിലേക്ക് അടുത്ത മാസത്തിലേക്ക് നമ്മുടെ സമയത്തെ വേർതിരിക്കാതെ
പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ഇന്ന് സന്ധ്യാസമയം കർത്തദാസൻ മുഖാന്തരം ദൈവത്തിനാത്മാ നമ്മോട് സംസാരിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അത് അനുസരണം യാഗത്തെക്കാൾ സ്തോത്രം ദൈവം പ്രസാദിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ഭാഗത്ത് സ്തോത്രം അബ്രാഹാമിൻ്റെ അനുസരണവും നമ്മൾ കണ്ടു. ആ അനുസരണ നിമിത്തമുള്ള യാഗവും താൻ അർപ്പിച്ചു. ദൈവം പറയുന്ന കൽപ്പിച്ചെടുത്ത് വചനം സംഗീതകാരൻ പറയുന്ന പോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ പ്രമാണങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യവരാവസ്ഥ സ്വതം താൻ ദൈവം കൽപ്പിച്ച ഇടത്ത് താൻ കടന്നു ചെന്ന് തനിക്കൊരു എരിവുണ്ടായിരുന്നു. ദൈവിക കൽപ്പന അനുസരിക്കണമെന്നുള്ള തിടുക്കമുണ്ടായിരുന്നു. ആ തിടുക്കത്തോടെ അബ്രാഹാം കാര്യം ചെയ്തപ്പോൾ തൻ്റെ ജീവിതത്തിലെ വലിയ ദൈവിക പ്രവൃത്തി അനുഭവിപ്പാൻ യഹോവ ഈരെ അത് കരുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, ആ ദൈവത്തിൻ്റെ ആ നാമത്തിൻ്റെ ആ സവിശേഷത തൻ്റെ ജീവിതത്തിൽ തൻ്റെ തലമുറയിൽ അത് അനുഭവിപ്പാൻ സാധിച്ചല്ലോ. അത് താൻ ഓർപ്പിച്ചോ, ദൈവദാസൻ ഓർപ്പിച്ച പോലെ പഴയ കാലങ്ങളിൽ പിതാക്കന്മാർക്ക് ഒരു ഒരുക്ക പ്രാർത്ഥന എന്ന ഒരു കാര്യമുണ്ട്. ഒരുക്ക പ്രാർത്ഥന, ഒരുക്ക ദിവസം, തലേ ദിവസമേ അവർ ഒരുങ്ങുമായിരുന്നു. സ്തോത്രം. മാത്രമല്ല ആ കാലങ്ങളൊക്കെ അവർ എന്നും അവർക്ക് പ്രാർത്ഥനയാണ്. കൂട്ടായ്മ എന്നും ഉണ്ട്. 7 ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമല്ല 7 ദിവസം എന്നും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും എന്നും പ്രാർത്ഥനകളായിരുന്നു. ആത്മാവെന്ന ഈ ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. അത് ദൈവം കൽപ്പിക്കുന്നത് അത് തിടുക്കത്തിൽ ചെയ്യുവാൻ വൈകിക്കാതെ സ്വന്തം നമ്മുടെ മാനുഷികമായ അതേ പരിധികൾ അതിന് കാരണമായി പറയാതെ ഹല്ലേലൂയ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യാൻ കർത്താവിനെ അറിയാലോ നമുക്ക് എത്ര ശേഷിയുണ്ട്. നമുക്ക് അത് കർത്താവ് തരുന്ന പരീക്ഷകൾ സ്വന്തം അത് തന്നെയാണ് പോക്കുവഴി ഒരുക്കിയിട്ടാണ് പരീക്ഷ തരുന്നത്. ആ പരീക്ഷ എന്തെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ അത് ദൈവഹിതത്തിന് വേണ്ടി നിൽപ്പാൻ സ്വന്തം നമ്മുടെ ഇഷ്ടങ്ങൾ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകൻ ഇസാഖിനെ തന്നെ അത് യാഗമർപ്പിക്കുന്ന കൽപ്പന. സ്തോത്രം. അപ്പം നമുക്ക് സ്നേഹമുള്ളത് അത് ദൈവത്തിന് അത് കൊടുക്കുമ്പോഴാണ് ദൈവപ്രസാദം നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമല്ലോ. അത് കഴിഞ്ഞ നാളുകൾ നമുക്ക് മാത്രമല്ല ബൈബിളിൽ എഴുതപ്പെട്ട സകല വിശുദ്ധന്മാർക്കും അത് സംഭവിച്ചു. അതേ നമ്മുടെ ഈ കാലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. അനേക ഭക്തന്മാർ അവർ ആ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് പ്രസ്ഥാനങ്ങളും സഭകളും വിശ്വാസ കൂട്ടങ്ങളൊക്കെ ഇത്രത്തോളം വളർച്ച പ്രാപിച്ചത്. കർത്താവിന് വേണ്ടി അതേ അവരെ സ്വന്തം ജീവൻ പോലും വില കൽപ്പിക്കാതെ അവർ ജീവിച്ചു, അവർ അർപ്പിച്ചപ്പോൾ ദൈവസഭകളുടെ വളർച്ച ഇത്രത്തോളം നമുക്ക് ഈ നൂറ്റാണ്ടിൽ ഈ 2025 നമുക്കത് കാണുവാൻ സാധിച്ചോർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അല്ലെങ്കിൽ കർത്താനാത്മാതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ വീണ്ടും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അതിന് ഇഷ്ടപ്പെടുവാൻ അത് നമുക്ക് ഇഷ്ടമുള്ളതല്ല, ദൈവത്തിൻ്റെ സകല കൽപ്പനകളും ഒരുപോലെ അത് ഇഷ്ടപ്പെട്ട് ബലവും നൽകുവാൻ നമുക്ക് ദൈവത്തെ നമ്മത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വന്തം കർത്താനാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ, ബ്ലസ് മീഡിയ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമ്മത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റോബിൻസൺ പാസ്റ്റർ ഉണ്ടോ? റോബിൻസൺ പാസ്റ്റർ പ്രാർത്ഥിച്ച് രാജൻ പാസ്റ്റർ ആശീർവാദം പറയണേ. റോബിൻസൺ പാസ്റ്റർ പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ബ്ലസ് മീഡിയയുടേതായിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും കുഞ്ഞുങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം കർത്താവെ പാടി ആരാധിപ്പാനും ദൈവവചനങ്ങളെ കേൾക്കുവാനും ഞങ്ങളെ സഹായിച്ചതിനായി അവിടത്തേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ആഴമേറിയ ദൈവിക ചിന്തകളെ അങ്ങയുടെ ദാസനിൽ കൂടി അവിടുന്ന് കേൾപ്പിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ പരീക്ഷ ജീവിക്കാനുള്ള ഒരു മനസ്സും ധൈര്യവും കാണുന്ന കർത്താവെ അങ്ങയുടെ ദാസകൾ കൂടി കേൾക്കുവാനായിത്തീർന്നു. അങ്ങനെ ആളുകളിൽ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു അനുഭവം തരുന്നു, അതിനെയെല്ലാം തരണച്ചുവാനുള്ള ആത്മീയ ശക്തിയും ആത്മീയ ബലവും ഞങ്ങൾക്ക് ഈ നാളുകൾ അവിടെ തിരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾപ്പിച്ച നല്ല ആലോചനയുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമേ. വചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി വീണ്ടും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. അഭിഷേകത്താൽ അവിടുന്ന് നിറയ്ക്കണമേ. ആയിരങ്ങൾക്ക് പ്രയോജനമുള്ള ദൈവദാസനാക്കി അവിടുന്ന് വീണ്ടും മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. വചനം കേട്ട് കർത്താവെ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും വീണ്ടും ആ വചനത്തെ കുറിച്ച് കർത്താവെ ആഴമായി ഗ്രഹിപ്പാനൊക്കെയും ചിന്തിപ്പാനും ധ്യാനിപ്പാനൊക്കെയും ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സുഖകരമായ ഉറക്കവും നല്ല ദർശനങ്ങളും വെളിപ്പാടെല്ലാം അവിടെ തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് താമസമെങ്കിൽ കർത്താവ് വീണ്ടും അടുത്ത ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അവിടെ സഹായിക്കണമേ. അതെല്ലാം അവിടുത്തെ വരവെങ്കിൽ നെറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങേ സന്തോഷിക്കുന്ന, അങ്ങേ എതിരേൽക്കുന്ന
അങ്ങയോടുള്ള ആ വാസത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, അതിന് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ കുറവുകളും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അവിടുന്ന് നിരപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിക്കാലത്ത് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രയിലുള്ള എല്ലാ ദേവദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കായി എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഇതിന്റെ സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നേതൃത്വം അങ്ങയുടെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഉലോകമങ്ങളുള്ള സകല വിശുദ്ധന്മാരോടും കൂടി ഈ പ്ലസ് മീഡിയയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രിയിൽ വചനം സംസാരിച്ച ദൈവദാസനോടും പ്രാർത്ഥന ലീഡ് ചെയ്ത ദൈവദാസനോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ് നമുക്ക് കാണാം. കർത്താവ് വരെ താമസം. സ്വതന്ത്രം. കർത്താവ് പാസ്റ്റർ പുതിയ ഫോൺ തരട്ടെ.